ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് പോത്തങ്കോട് ലൊക്കേഷനിലാണ് ഉള്ളത്. MC റോഡിൽ നിന്ന് വെറും 1.25 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പുതിയ 3BHK വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ടോട്ടലി 4.1 സെൻറ്റിൽ 1630 സ്ക്വയർ ഫീറ്റിൽ എല്ലാ റൂമുകളും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അതും ബിഗ് സൈസ് ആയിട്ടുള്ള റൂമുകളുള്ള ഒരു അടിപൊളി ഇരുന്ന വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 53 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇവിടെ കോമ്പൗണ്ട് മുഴുവനായിട്ടും ചുറ്റുമതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നൊരു ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഫ്യൂച്ചറിൽ ഓട്ടോമാറ്റിക് ഗേറ്റ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാൻ പറ്റുന്നതാണ്. ഇവിടെ 2 കാർക്ക് പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു വലിയൊരു കാർ പാർക്ക് ചെയ്യും, ഇവിടെ ഒരു ചെറിയ കാറും പാർക്ക് ചെയ്യും. അങ്ങനെ 2 കാർക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട്. മുറ്റം മുഴുവനായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ ഫ്രണ്ട് കതകും കട്ടളയും എല്ലാം നോക്കുകയാണെങ്കിൽ അതിൽ പ്ലാവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് വേറെ പ്രത്യേകത. ഇവിടെ മാത്രമല്ല മൊത്തത്തിൽ ജനൽപ്പാളികളും കതകും എല്ലാം പ്ലാവിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സിറ്റ് ഔട്ടിലേക്ക് വരാം. ഇവിടെ ആ ഒരു ബോർഡർ എല്ലാം ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പിൻ്റെ ട്രെഡ് ഗ്രാനൈറ്റ് ആണ്. അതുപോലെ റൈസർ ടൈലാണ്. ഈ കാണുന്ന ഫ്ലോറിംഗ് എല്ലാം 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഫ്രണ്ട് വാതിലിലേക്ക് വരാം. നേരത്തെ പറഞ്ഞല്ലോ കട്ടളയും കതകും പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. നേരെ വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. വലിയ ലിവിങ് ഏരിയ ആണ്. ഇവിടെ ആയിട്ട് TV കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം WPC ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല സ്പേസുള്ള ലിവിങ് ഏരിയ ആണ്. ഇവിടെ മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള പ്രൊഫൈൽ ചാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ ആയിട്ട് സർഫസ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് 3 പർഗോളയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് DP കൊടുത്തിരിക്കുകയാണ്. അതെല്ലാം V-ഗാർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് V-ഗാർഡ് തന്നെയാണ്. ഇത് DP മാത്രമല്ല സ്വിച്ച് ബോർഡും V-ഗാർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഒരു ഫോയർ എന്ന ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്നത്. ഡൈനിങ് ഏരിയ എന്ന് വെച്ചാൽ വിശാലമായ ഡൈനിങ് ഏരിയ ആണ്. ഇത്രയും സ്പേസുള്ള വലിയൊരു ഡൈനിങ് ഏരിയ ആണ്. ഇവിടെയായിട്ട് വാഷിംഗ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 10-12 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന വലിയ ഡൈനിങ് ഏരിയ ആണ്. ഇനി കുറച്ചും കൂടെ സ്പേസ് വേണം. ഇങ്ങോട്ടേക്ക് നീട്ടിയെടുക്കണമെങ്കിൽ ഈ പാർട്ടീഷൻ ഇവിടെ വെച്ച് കുറച്ചും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും സ്പേസ് കിട്ടുന്നതാണ്. അത്രയും വലിയ ഇനിയും ഇതിൽ കൂടുതൽ വലിയ ഡൈനിങ് ഏരിയ അങ്ങനെ ആക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. സെറ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വലിയൊരു വാഷ് ബേസിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആ ഒരു പില്ലർ കോക്ക് നോക്കുകയാണെങ്കിലും വലിയൊരു പില്ലർ കോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ WPC ആണ്. ഇവിടെ ആയിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഇൻവെർട്ടർ വയ്ക്കണമെങ്കിൽ അതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കാണാം. ആ ഒരു കൗണ്ടർ ടോപ്പ് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റും ആണ്. ഇവിടെ ആയിട്ടൊരു ടവൽ ഹാങ്ങർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ സോപ്പോ അല്ലെങ്കിൽ ലിക്വിഡ് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. മിറർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ചെറിയ ട്യൂബ് കൊടുത്തിട്ടുണ്ട്. അത് WPC ആണ്. മുകളിലായിട്ട് സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലെ കാഴ്ചകളിലേക്ക് പോകും. കിച്ചണിൻ്റെ ഡോറും പ്ലാവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 പർഗോൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ആക്സസ് കിട്ടുന്നതാണ്. ഇവിടെ കിച്ചൺ നോക്കുവാണെങ്കിൽ എല്ലാം ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കബോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പർ ക്യാബിനറ്റ് കാണാം. ബേസ് ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ടേബിൾ ടോപ്പ് കൗണ്ടർ ടോപ്പ് യൂസ് ചെയ്തിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ്. സിങ്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം കൃത്യമായി സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഈ കിച്ചൻ്റെ ഫ്ലോറിംഗ് ടൈൽസ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സ്കിഡ് ആവാത്ത ഗ്രിപ്പുള്ള ടൈലാണ്. ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിനകത്തേക്ക് നോക്കുകയാണെങ്കിലും ഈ കബോർഡിനകത്തോട്ടാണെങ്കിലും ആ ഒരു ടൈൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം കൃത്യമായിട്ട് ആ ഒരു സോസറി കൊണ്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇനി പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഔട്ട് സൈഡ് വർക്ക് ഏരിയ ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസും ഉണ്ട്. ഇവിടെ ഓൾറെഡി സ്ലാബ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ടൈൽ ചെയ്തിട്ടുണ്ട്. സിങ്കും കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഷീറ്റ് ചെയ്ത് അല്പം ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രം മതി. ഇവിടുത്തെ അടുക്കളയുടെ ആ ഒരു ജനൽ പാളികൾ നോക്കുകയാണെങ്കിൽ അതെല്ലാം പ്ലാവ് തന്നെയാണ്. ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം. ഇതിൻ്റെ കതകും പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വലിയ വിശാലമായ റൂമാണ്. 15 അടിയോളം നീളവും 13 അടി വീതിയുള്ള റൂമാണ്. ഇവിടെ AC പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ജനൽ പാളികളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പ്ലാവിൽ തന്നെയാണ്. ഇനി വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി വാഷ്റൂം നോക്കുകയാണെങ്കിൽ സെറയുടെ ക്ലോസറ്റ് യൂസ് ചെയ്യുന്നത് വാൾ മൗണ്ടഡ് ആണ്. കൂടാതെ ഒരു ഗ്രീൻ തീമിലുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് 2 കളർ തീം യോജിച്ച രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിന് 6 ഫ്ലോറിങ്ങും ആൻറ്റി സ്കിഡ് ആയിട്ടുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെയും നീറ്റായിട്ടുള്ള ആ ഒരു കളറിനോട് യോജിക്കുന്ന രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 2 ബെഡ്റൂമുകൾ മുകളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നേരെ അപ്സ്റ്റെയറിലേക്ക് വരാം. ഇവിടെ ട്രെഡ് ഗ്രാനൈറ്റ് റൈസർ ടൈല് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. കോളിംഗ് ബെല്ല് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം GA ട്യൂബിൽ ഒരു ഈ കാണുന്ന ഒരു തടിയുടെ ഡിസൈനിലുള്ള ഗ്രെയിൻസ് കൊടുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് നേരെ മുകളിലേക്ക് വരാം. മുകളിലേക്ക് വരുമ്പോൾ മുകളിലായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ജനൽപ്പാളി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പ്ലാവ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മുകളിലേക്ക് അപ്പർ ലോഞ്ചാണ്. ചെറിയ അപ്പർ ലോഞ്ചിലേക്ക് വരുന്നത്. അവർ അപ്പർ ലോഞ്ച് ഒരു ഫോയർ പോലെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോയറിനാണ് 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്നത്. ഇത് വലിയ ബെഡ്റൂമാണ്. ഇതും തടിയെല്ലാം പ്ലാവ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വലിയ റൂമാണ്. 15 അടി, അതായത് അത്രയും നീളം വരുന്ന 13 അടി വീതിയുള്ള റൂമാണ്. ഇവിടെയും ജനൽപ്പാളികളെല്ലാം പ്ലാവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി വാഷ്റൂം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഇതും സെറയും
RAക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ടൈലിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിലും ഒരു ഹാഫ് പോർഷൻ വേറൊരു ഗ്രെയിൻസ് ഉള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ടവൽ റോഡ് കൊടുത്തിട്ടുണ്ട്, ഹീറ്റർ വയ്ക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. അവിടെയും ജനൽപ്പാളിയെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാവ് തന്നെയാണ്. ഇനി നമുക്ക് നേരെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഈ മൂന്നാമത്തെ റൂമിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്താണ് ഓപ്പൺ ടെറസിൻ്റെ ഭാഗം വരുന്നത്. ഈ ഡോറും പ്ലാവ് തന്നെയാണ്. ഇവിടെ ആയിട്ട് ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്, അവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. കൂടാതെ തന്നെ ഇതിലേക്ക് റൂഫ് ടോപ്പ് ഏരിയയിലേക്ക് പോകും. ഇനി കൂടാതെ ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു മൂന്നാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ സ്പേസുള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും കതകും അതുപോലെ ജനൽപ്പാളിയെല്ലാം പ്ലാവ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെയും സെറ തന്നെ സെറയും RAക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി ആ ടൈൽ ക്ലാഡിങ് നോക്കുകയാണെങ്കിൽ എല്ലാം നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബജറ്റിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ മഹാഗണിയൊക്കെ യൂസ് ചെയ്യാറുള്ളത്, അങ്ങനെയല്ല പ്ലാവൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബജറ്റ് ഫ്രണ്ട്ലി കൂടാതെ ക്വാളിറ്റി ഉള്ള വീടാണ്. ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി നോക്കുകയാണെങ്കിൽ ഫുള്ള് സർഫസ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നേരത്തെ താഴെ കണ്ടതുപോലെ തന്നെയാണ്. ആ ഒരു G8 ട്യൂബിൽ വുഡിൻ്റെ ഗ്രെയിൻസ് കൊടുത്തിരിക്കുകയാണ്. ബാക്കി G8 ട്യൂബിൽ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. നല്ല വ്യൂ ഉള്ളതാണ്. ഒരുപാട് വീട്ടിലുള്ള റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ 4.1 സെൻറ്റിൽ 1630 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയ ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 53 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീടുമായി കാണാം. താങ്ക് യു.